പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ അപ്പോസ്തലന്മാർ ജനങ്ങളെ നേരായ മാർഗത്തിലൂടെ ചലിക്കുന്നതിന് വഴികാട്ടുന്നു. അവർ പറയുന്നു, വിഗ്രഹങ്ങൾ കർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു നെരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്നും അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. നന്മ തിന്മ തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവഹിതം നമ്മൾക്ക് നിറവേറ്റാൻ പരിശ്രമിക്കാം. ദൈവത്തെ അനുസരിച്ച് ജീവിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ യോഹന്നാന്റെ ഒരു ദർശനം വിവരിക്കുന്നു. മാലാഖ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. അവയിൽ 12 കവാടവും 12 ദൂതന്മാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. അവയിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കാം. അപ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പ്രകാശപൂരിതമാകും. ദൈവം നമ്മൾ പ്രവർത്തിക്കും. തിന്മയെ വെറുത്ത് നന്മയെ മുറുകെ പിടിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അരുൾ ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതാണ്. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കണമെന്നും അപ്പോൾ ത്രിത്വിക ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഉണ്ടാകും. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാൻ അനുസരിക്കുവാനും പ്രേരിപ്പിക്കും. അപ്പോൾ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും നമ്മൾ കുടികൊള്ളും. അങ്ങനെ നിറയെ ആത്മാക്കളെ സ്വർഗത്തിനായി നേടിയെടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.